ഹായ് ഡിയേഴ്സ്, ഇപ്പോഴത്തെ ട്രെൻഡായ പുൾമി അപ്പ് കേക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. എഗ്ലെസ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാം, അതിനുശേഷം അത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. ഐസിങ് പെർഫെക്റ്റ് ആവാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓയിൽ കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. പൊടിച്ച പഞ്ചസാരയും ഓയിലും നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പുമാണ് ഞാനിവിടെ നന്നായി അരിച്ചെടുക്കുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസുമായി ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ആവശ്യമുണ്ട്. പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് കളയാൻ വേണ്ടി. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കാരമൽ സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇപ്പോൾ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിനെ ഇനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് കട്ട് ചെയ്താലും മതി. എനിക്കിവിടെ 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി വന്ന കേക്കിൻ്റെ പീസ് നമുക്ക് ക്രഷ് ചെയ്ത് വെക്കണം. അതും കൂടെ നമ്മൾ കേക്ക് അസംബിൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റ് കേക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. കേക്ക് അസംബ്ലിംഗ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂനട്ട്, ബദാം, ടൂട്ടി ഫ്രൂട്ടി, ഓറിയോ ബിസ്ക്കറ്റ് പീസസ് ഇത്രയുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം കേക്ക് പൊടിച്ചതാണത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കാരമൽ സോസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്തതാണ്. വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ആൽമണ്ട്, പിസ്താഷ്യോ, ബദാം, ടൂട്ടി ഫ്രൂട്ടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് മെല്ലെ വലിച്ചു കൊടുക്കാം. ഇതാണ് പുൾമി അപ്പ് കേക്ക്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഈ കേക്ക്. കഴിക്കാനായിട്ടും വളരെയധികം നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ബിസ്ക്കറ്റും കേക്കും വിപ്പിംഗ് ക്രീമും നട്ട്സും എല്ലാം കൂടെ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. ചോക്ലേറ്റ് സ്പഞ്ച് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് സ്പഞ്ചാണ് ഇഷ്ടം അത് ഉപയോഗിക്കാം. വാനില സ്പഞ്ച് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം.